നമസ്കാരം, മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷം ആകേണ്ട ഒരു ദിവസമാണ് നമുക്ക്. കാരണം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ആ പവറിൽ നിൽക്കുകയാണ് ഭാരതം. അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഓരോ ആഘോഷങ്ങളും. അതിനിടയിൽ മനസ്സിൽ വിഷമം വെച്ച ഒരു സംഗതി, വന്ദേ മാതരം മുഴുവൻ പാടാൻ പാടില്ല എന്നാ പറഞ്ഞത്. പാടാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുജലാം സുജലാം മലയജ ശീതലാം സസ്യശ്യാമളേ മാതരം വന്ദേ മാതരം. ജീവിതത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് പാടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ നേതാക്കന്മാർ ഇത് മുഴുവനായിട്ടൊന്ന് പാടി കേൾപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് ആലോചിക്കാം, അവരുടെ സംസ്കാരമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. സംസ്കൃതം എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് വിഷമമുണ്ട്. നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഇങ്ങനെ ചവിട്ടിക്കൂട്ടുമ്പോൾ. കാരണം ഒരു ഭാരതം മുഴുവൻ നടന്ന് കണ്ടവനാണ് ഞാൻ, അല്ലെങ്കിൽ ബുള്ളറ്റിൽ ഓടി കയറ്റി കയറ്റിയവനാണ് ഞാൻ. എനിക്കറിയാം ഓരോ വീടുകളുടെ ഉള്ളിൽ പോയി ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ഉറങ്ങിക്കൊണ്ട് ഒരു ജീവിതം കണ്ടവനാണ് ഞാൻ. അപ്പോൾ ഇത്തിരി പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി ചെയ്യുന്ന വെറുതെ അല്ല നമ്മുടെ മക്കൾ ഇവിടുന്ന് പോകുന്നത് വിദേശത്തേക്ക്. എൻ്റെ മക്കളും അവരുടെ ആഗ്രഹം ഇവിടെ ജീവിക്കാനല്ല, അവരുടെ ബുദ്ധിയോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തൊക്കെയോ ഇവിടെ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് പുറത്തേക്ക് പോകണം. വല്ലാത്തൊരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് നമ്മുടെ നാട് പോണേ. ഇടത് വന്ന് വലുത് മാറുമ്പോൾ ഇത്തിരി വ്യത്യാസം വരുമെന്നാണ് വിചാരിച്ചത്. ഇത് വല്ലാത്ത വ്യത്യാസമായി പോയി. എന്താ പറയാ, ഒന്ന് പാടി നോക്കട്ടെ. സംസ്കൃതം എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്രയ്ക്ക് അധികം? അല്ലെങ്കിൽ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ ഇത് ഹിന്ദുസ്ഥാനല്ലേ, ഭാരതമല്ലേ, എന്തിനാണ് ഈ വന്ദേ മാതരം? ഇതൊന്നും പറയാനില്ല, കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അകത്താകും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് ദിനത്തിൽ വീണ്ടും ഒരു വീഡിയോ വരുന്നു. രാജേഷ് നടുവേലേ.